ഹായ് ഫ്രണ്ട്സ്, സലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ കേട്ടോ. ഇപ്പോൾ നമ്മളെ ചാനൽ അത്യാവശ്യം ഗ്രോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ചൂടാണ്. അപ്പോൾ കുറെ ആളുകൾ ഈ വേനൽക്കാലത്ത് നമുക്ക് വരുന്ന കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ, അതിന് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഈ ഒരു വേനൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, അതിനുള്ള ഒരു സൊല്യൂഷനാണ് തന്നെ. ഈ വേനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴികൾക്ക്, കോഴിക്കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് കുരുപ്പാണ്. കുരുപ്പ്, നമ്മളോട് കുരുപ്പ് എന്ന് പറയാം, എല്ലാ സ്ഥലത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല. കുരുപ്പ് വന്നിട്ടാണ് ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ കോഴിക്കുട്ടികൾ ചാവുന്നത്. ഈ വേനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന പ്രശ്നവും കുരുപ്പാണ്. കൂടുതൽ കുട്ടികൾ ചാവുന്നതും കുരുപ്പ് കാരണമാണ്. ശരിക്കും നമ്മൾ നാടൻ കോഴി ആണെങ്കിലും അസീലാണെങ്കിലും എല്ലാത്തിനും വലിയ കോഴികൾക്ക് ഈ ഒരു കുരുപ്പ് വലിയൊരു വിഷയം വരുന്നില്ല. ഒരു അഡൽട്ട് കോഴികൾക്കാണെങ്കിൽ ജസ്റ്റ് അതിന്റെ പൂലും ഇതൊക്കെ വരും. ചിലപ്പോ 1-2 ദിവസം പനി ഉണ്ടാവും, ഓട്ടോമാറ്റിക് അത് കൊഴിഞ്ഞു പോകും. നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് മാറിക്കോളും. പക്ഷെ അതുപോലെയല്ല, ഒരു ചെറിയ കുട്ടികൾ തൊട്ട് ഒരു 5-6 മാസം വരെയുള്ള കുട്ടികൾ വരെ ഈ കുരുപ്പ് നന്നായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് അസീലിന്റെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കുരുപ്പ് ബാധിക്കുന്നത്. അപ്പൊ ആ ഒരു കുരുപ്പിന് ഉള്ള ഏറ്റവും വലിയൊരു പ്രതിവിധി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ കുരുപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഈ ചൂട് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ചൂട് കൂടുമ്പോൾ നമ്മള് കൂട് നല്ല ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആണെങ്കിലും അല്ലെങ്കിലും വരുന്നത് ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ പകർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ടൈമിൽ നമ്മൾ മാക്സിമം കൂട് കാഷ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി നടുക. പിന്നെ മാക്സിമം വൃത്തിയാക്കിടുക. അപ്പൊ ഈ വൃത്തി കുറവെന്നാണ് ഈ ഒരു കുരുപ്പ് വരുന്നതെന്ന് പറയുന്നത്. ഇത് പറഞ്ഞൊരു വൈറസ് രോഗമാണ്, പെട്ടെന്ന് പകരും. ഒരെണ്ണത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാൻ വലിയ ടൈമൊന്നും വേണ്ട, ഏകദേശം എല്ലാത്തിനും സ്പ്രെഡ് ആവും. അതുപോലെ ഈ കുരുപ്പ് വന്നിട്ട് ഈ കോഴികൾ ചാവാനുള്ള മെയിൻ കാരണം, ഈ കുരുപ്പ് വന്നു കഴിഞ്ഞാല് ഇതിന്റെ കണ്ണിന്റെ സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഫേസിലാണ് ഈ കുരുപ്പിന്റെ പ്രശ്നം കാണുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കണ്ണ്, താടിന്റെ അവിടെ, അതുപോലെ നമ്മളെ വായിന്റെ സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുരുപ്പ് കാണുന്നത്. ഇത് കാരണം തന്നെ ഈ കുരുപ്പ് വന്ന് ഓവറായി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണൊക്കെ മൂടിപ്പോകും. അപ്പൊ അതിന് ഫുഡ് എടുക്കാൻ പറ്റാതെയാണ് ഏറ്റവും കൂടുതൽ കോഴികൾ ചാവുന്നത്. പിന്നെ ഈ കുരുപ്പുള്ള കോഴികൾക്ക് നല്ല പനി ഉണ്ടാവും കേട്ടോ, നല്ല പനി ഉണ്ടാവും. അപ്പൊ നോർമൽ നമ്മളിപ്പോ ഒരു മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന മരുന്ന് ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് തേക്കാനാ പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ വലിയ കോഴികൾക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് തേച്ച് കൊടുത്താൽ മാറും. അതല്ലാതെ അത് നമ്മൾ അസീലിന്റെ കോഴികൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും എനിക്ക് ഒരു മെച്ചം തോന്നിയിട്ടില്ല കേട്ടോ. ഈ മെയിൻ ഈ കുരുപ്പിന്റെ ഒരാളെ കാരണം പറഞ്ഞേ, ചൂട് കൂടുമ്പോൾ അതുപോലെ വൃത്തി കുറവ്, ഇത് രണ്ടും വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുരുപ്പ് വരുന്നത്. അത് കാണുന്നത് ഈ വേനൽ സ്റ്റാർട്ടിങ്ങിലാണ് കുരുപ്പ് കാണുന്നത്. പിന്നെ വേനൽ കൂടിക്കഴിഞ്ഞാൽ പല പല രോഗങ്ങളും വരും, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോ ഈ കുരുപ്പ് വന്നു കഴിഞ്ഞാല് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഈ ബോറിക് ആസിഡ് കൊടുത്താല് വലിയ റിസൾട്ട് ഇല്ല. ചില ആൾക്കാർ പറയും ഈ ആര്യവേപ്പും മഞ്ഞൾ അരച്ചിട്ടാ മതി, മാറിപ്പോകും. പക്ഷെ അതുകൊണ്ടൊന്നും ശരിക്കും കുട്ടികൾ ഉണ്ടാകുന്ന നല്ല വലിയ വലിയ കുരുവുകളുണ്ട്. നല്ല വലിയ വായ്ക്കകത്ത് വരെ ഉണ്ടാവും കുരുവുകളുണ്ടാവും. അതുപോലെ ഈ കോഴിയുടെ പുറം ഭാഗങ്ങള് കുരുവുകളുണ്ടാവും. ഇതിനൊന്നും ശരിക്കും ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം അതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, കുരുപ്പ് വന്നു കഴിഞ്ഞാല് നമുക്കൊരു 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളെ ഡെയിലി എടുത്തിട്ട് ഈ കുരുപ്പുകളുണ്ടല്ലോ, ആ കുരുപ്പ് ശരിക്കും മാറണമെന്നുണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം.
കുറേ നേരം വെള്ളം കൊണ്ടിങ്ങനെ തുടച്ച് അതിന്റെ മേളിൽ കട്ടിയുള്ള തൊലി ഉണ്ടാവും. ആ തൊലി മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ഓയിൽമെന്റ് ചെയ്യാം, എന്നാലേ മാറുള്ളൂ. അല്ലാതെ ആ കട്ടിയുള്ള തൊലിന്റെ മുകളിൽ നമ്മൾ ഓയിൽമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എഫക്ട് ചെയ്യില്ല, അപ്പൊ അതുകൊണ്ട് മാറില്ല. അപ്പോ നമ്മൾ ചെയ്യുന്ന മാർഗം, ഇതാണ് ശരി ഞാൻ പറയുന്നില്ല, പല ആളുകൾ പല രീതിക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാന് ഇവിടെ ഒരു കൊടുത്തിട്ട് ഒരു 100% റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്ന് എന്ന് പറഞ്ഞാല് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഹോമിയോയുടെ തൂജ 200. പിന്നെ ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബാക്കിയുള്ള എല്ലാ മരുന്നും ആളുകൾ പറയുന്ന എല്ലാ മരുന്നും ഇതിന്റെ പുറത്ത് തേക്കാനുള്ളതാണ്. പക്ഷെ ഇതിനകത്തേക്ക്, ഇത് വൈറസ് രോഗമാണ്, അപ്പൊ അതിന് അകത്തേക്ക് കൊടുക്കാനുള്ള മരുന്ന് ആരും പറയുന്നില്ല. ഇതിപ്പോ ഏത് മൃഗാശുപത്രി കൊടുത്തിട്ടാലും അത് ജസ്റ്റ് ബോറിക് ആസിഡ് കൊടുക്കുന്നത് തേച്ചാൽ മതിയോ. അല്ലാതെ എല്ലാവരും ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മണ്ണെണ്ണ തേക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ സെബോളി ഉണ്ടല്ലോ, ഈ വിള്ളലിനൊക്കെ തേക്കുന്ന, കാലിന് കൊണ്ടുപോട്ടുന്നത്, അതിനൊക്കെ തേക്കുന്നത്, അത് തേക്കാൻ പറയും. എല്ലാം പറയും. നമ്മള് കുറെ പരീക്ഷണം, ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചാണ്. ഈ ഒരു സംഭവങ്ങൾ മൊത്തം ബോറിക് ആസിഡ് തൊട്ട് മണ്ണെണ്ണ തൊട്ട് ഇത് ഈ സെബോളിയും തൊട്ട് അങ്ങനത്തെ എല്ലാം പരീക്ഷയാണ് ഞാൻ. എന്നിട്ട് എനിക്ക് റിസൾട്ട് വന്നത് ഈ തൂജയാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ മൊത്തം നമ്മൾ പുറത്ത് തേക്കുന്നതാണ്, അതിന് ഇന്റേണൽ ആയിട്ട് മരുന്നൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് തൂജ ഒരു ഹോമിയോ മെഡിസിൻ ആണ്. ഹോമിയോ മെഡിസിൻ അത്ര പവർ ഉണ്ടോന്നല്ല എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു കുരിപ്പ് എന്നുള്ള കേസിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് ഉള്ള ഈ ഹോമിയോ മെഡിസിൻ ആണ്. തൂജയുടെ ലിക്വിഡാണ്, ഒരു വെള്ളം പോലത്തെ ലിക്വിഡാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ സ്ഥിരം സ്റ്റോക്കാണ്, വേനലായി കഴിഞ്ഞാൽ ഈ തൂജ സ്റ്റോക്ക് ചെയ്യും. പിന്നെ ഒരു ഓയിൽമെന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽമെന്റ് എന്ന് പറഞ്ഞാല് ടോപ്പിക്യൂർ ആണ്. ടോപ്പിക്യൂർ ജെല്ല് കേട്ടോ. ഈ ടോപ്പിക്യൂർ ജെല്ല് ഹോമിയോ അല്ല കേട്ടോ, ഇത് അലോപ്പതിയാണ്. ഇത് വെറ്റിനറി കേട്ടോ, വെറ്റിനറി സെഗ്മെന്റിൽ വരുന്ന ടോപ്പിക്യൂർ ജെല്ലാണ്. ഈ ജെല്ല് നമ്മൾ ഈ കുരുപ്പുള്ള ഭാഗത്ത് പുറത്ത് തേക്കാൻ ഏറ്റവും റിസൾട്ട് ഉള്ളതാണ്. ശരിക്കും നല്ല വലിയ കുരുവായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് ജസ്റ്റ് ചുടുവെള്ളത്തിൽ ശകലം ഉപ്പിട്ടിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ പൊറ്റ ഉണ്ടാവും, അപ്പൊ പൊറ്റം കളയാം. എന്നിട്ട് ഈ ഒരു ജെല്ല് രണ്ട് നേരം 2-3 ദിവസം തേച്ച് കൊടുക്കണം. എത്ര വലിയ കുരുപ്പാണെങ്കിലും ചുങ്ങി പോവുകയും ചെയ്യും, അതിന്റെ പൊറ്റനൊക്കെ പോയി പക്ക ക്ലിയർ ആവും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ തൂജയുടെ ലിക്വിഡ് അകത്തേക്ക് കൊടുക്കണം. ഇത് മാത്രം പുറത്ത് വെച്ചിട്ട് കാര്യമില്ല. ഈ വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഇത് ജസ്റ്റ് തേച്ച് കൊടുത്താൽ കേട്ടോ, നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇത് തേച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി കൊഴിഞ്ഞു പോകും. അതല്ല ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് തേച്ച് കൊടുത്തത് മാത്രം പോരാ, നമ്മൾ തൂജയുടെ ലിക്വിഡ് കൊടുക്കും വേണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുരുപ്പ് എന്നുള്ള കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ തൂജയുടെ ലിക്വിഡ് കാണിച്ചതാണ്. ഇതാണ് തൂജയുടെ ലിക്വിഡ് വരുന്നത്. അപ്പൊ ഇതിന് പേരും ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഈ ബോട്ടില് ലൂസ് വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഈ ബോട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിനകത്ത് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ ഇതിന്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഈ തൂജയുടെ ലിക്വിഡിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഈ ലിക്വിഡ് നമ്മൾ അസുഖം വന്നിട്ട് കൊടുക്കാം, അതുപോലെ അസുഖം വരാതിരിക്കാനും വേണ്ടി കൊടുക്കാം. രണ്ട് കാര്യം, ഒന്ന് അസുഖം വന്നതിന് ശേഷം അത് മാറാൻ വേണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ മാസത്തില് ഒരു 5 പ്രാവശ്യം. അപ്പൊ ഈ ചൂടാകുമ്പോ മാത്രം മതി. പെട്ടെന്ന് നമ്മളിപ്പോ ഈ ഒരു മഴക്കാലത്താണെങ്കിലും പെട്ടെന്ന് നല്ല വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കുരുപ്പ് വരിക എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ചൂട് കൂടുമ്പോഴാണ്, നോർമൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചൂട് കൂടുമ്പോഴാണ് ഈ കുരുപ്പ് വരിക. അതല്ലാതെ നല്ല ചൂടുള്ള ടൈമിലല്ല വരിക. അത് ശരിക്കും നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന ടൈമിലാണ് നമുക്ക് കാര്യമായിട്ട് കുരുപ്പിന്റെ പ്രശ്നം വരിക. അപ്പോ അതിന് വരാതിരിക്കാന് ഈ വേനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ എല്ലാ മാസത്തിൽ 5 ദിവസം ഈ തൂജ ലിക്വിഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്ന രീതി പറഞ്ഞുതരാം. ഈ തൂജ ലിക്വിഡ് കൊടുക്കേണ്ടത്
ഒരു തുള്ളി വെള്ളത്തേക്ക് 4 തുള്ളി തൂതിക ലിക്വിഡ്, എന്നിട്ട് അത് നേരെ ഒരു ഫില്ലറിൽ വെച്ചിട്ട് നേരെ ഡയറക്റ്റ് വായി കൊടുക്കുക. അപ്പൊ ഡയറക്റ്റ് വായി കൊടുത്താൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ആസിഡാണ്. അപ്പൊ അത് ഐ തിങ്ക് വായിക്ക് അകത്തായി കഴിഞ്ഞാൽ പൊള്ളും. അപ്പൊ അതിനാണ് ശകലം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 4 തുള്ളി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക വായി. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോഴികൾക്ക്, ഓരോ കോഴിക്കാണ് നമ്മള് കുരിപ്പ് കണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള കോഴികൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml അല്ല 20 തുള്ളി, 1 ലിറ്റർ വെള്ളത്തിൽ 20 തുള്ളി ഇട്ടിക്കുക. എന്നിട്ട് ആ വെള്ളം ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും കൊടുക്കുക. അത് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരെണ്ണത്തിന് പോലും പിന്നെ കുരിപ്പ് വരില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വേനല് വരുന്ന ടൈം എപ്പോ നമുക്ക് ഓവറായിട്ട് ചൂട് വരുന്നോ, ഇപ്പൊ നോർമൽ ക്ലൈമറ്റിൽ നിന്ന് ഇപ്പൊ മഴ നിന്നിട്ട് പെട്ടെന്ന് വെയിൽ വരുന്ന ടൈം, അതുപോലെ ഇപ്പൊ ഇനിയിപ്പോ മഞ്ഞൊക്കെ തണുപ്പൊക്കെ വിട്ട് ഒന്നായിട്ട് ഓവറായിട്ട് വെയിൽ വരുന്ന ടൈം, ഈ 2 ടൈമിലാണ് കൂടുതൽ കുരിപ്പ് കാണപ്പെടുന്നത്. പിന്നെ നല്ല വേനൽക്കും ചിലപ്പോൾ കാണാം. അപ്പൊ ഏകദേശം ഈ വേനൽ ടൈമിൽ എല്ലാ മാസം ഒരു 5 ദിവസം, ഒരു 3-4 മാസം നമുക്ക് ഈ വേനൽ വരുന്നു. ആ ടൈമിൽ എല്ലാ മാസം ഒരു 5 ദിവസം ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് കുരിപ്പേ വരില്ല. പിന്നെ ഇത് കുട്ടികൾക്കാണെങ്കിൽ 2 തുള്ളി കൊടുത്താൽ മതി. 2 തുള്ളി 2 നേരം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 2 തുള്ളി കൊടുത്താൽ മതി. വലിയ കോഴികൾക്ക് പറഞ്ഞാൽ 4 തുള്ളി കൊടുത്താൽ മതി. ഒരു മീഡിയം റേഞ്ച്. വലിയ കോഴി എന്ന് പറഞ്ഞാൽ അസിയിലൊക്കെ നമുക്ക് ഒരു 4-5 മാസം ഒക്കെ ആവുന്ന കുട്ടികൾക്കാണ് ഈ ഭയങ്കര പ്രശ്നം വരുന്നത്. അതുവരെയുള്ള പ്രശ്നമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കോഴിയായി കഴിഞ്ഞാൽ അത് ഈ കുരിപ്പൊന്നും വിഷയമല്ല. വലിയ കോഴിയായി കഴിഞ്ഞതിന് കാര്യമായിട്ട് വലിയ കുരുകൾ വരില്ല, ചെറിയ കുരുകളെ വരുള്ളൂ. അത് ഓട്ടോമാറ്റിക് കരിഞ്ഞു പോകും. പക്ഷേ ഈ 6 മാസം 5 മാസം 6 മാസം ആ ഒരു പ്രായം വരെ നന്നായിട്ട് വലിയ കുരുകൾ വരും. ആ ഒരു പ്രായത്തിലുള്ള കോഴികൾക്കാണ് ഈ 4 തുള്ളി പറഞ്ഞത്. പറ്റ 1 മാസം 1.5 മാസമൊക്കെ ആയ കുട്ടികൾക്ക് ഒരു 2 തുള്ളി മതി. അപ്പോ അങ്ങനെ കൊടുക്കില്ല. അപ്പൊ നമുക്ക് ഈ ഓയിൽമെന്റ് തേക്കുന്നതിന്റെ കുറിച്ച് പറയാം. ഈ ഓയിൽമെന്റ് തേക്കുന്നതെന്ന് പറഞ്ഞാല് കണ്ണിലാവാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ പൊറ്റം ജസ്റ്റ് കോട്ടൺ വെച്ച് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പൊ ആ പൊറ്റം പൊളിഞ്ഞു വരും. എന്നിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ ഒറ്റ പ്രാവശ്യം ക്ലീൻ ചെയ്യും. പിന്നെ അതിന് ശേഷം ഇത് 2 നേരം തേക്കുക. പ്രത്യേകിച്ച് ടോപ്പിക് ജെല്ല് കണ്ണിലാവാൻ നോക്കുക. ഇത് നമ്മളൊരു മൂവൊക്കെ അല്ലേ, മൂവൊക്കെ പോലത്തെ ഒരു ജെല്ലാണ്. അപ്പൊ അത്യാവശ്യം ഒരു നീറ്റിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കണ്ണിലാവാൻ നോക്കുക. കണ്ണിലായാൽ ചിലപ്പോൾ ഓവറായിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിനെ കാഴ്ചക്ക് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ണിലാവാൻ നോക്കുക. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കേട്ടോ. തുണിയുടെ ജെല്ല് പിന്നെ അല്ല ടോപ്പിക്കുകളുടെ ജെല്ലിന് പറഞ്ഞാല് അത്യാവശ്യം ഡോസ് ഉണ്ട്. പിന്നെ തുണിയുടെ ലിക്വിഡ് പറഞ്ഞാൽ ഒരു തുള്ളി അങ്ങോട്ട് കൂടിയാലൊന്നും കുഴപ്പമില്ല. ഹോമിയോ ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് 4 തുള്ളിയാണ് അതിന് കറക്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താല് എനിക്ക് കുരിപ്പ് എന്നുള്ളൊരു പ്രശ്നം ഇനി ഉണ്ടാവില്ല. മെയിനായിട്ട് വേനലാകുന്ന നേരത്തിന് തുജ വാങ്ങി വെക്കുക. അതുപോലെ ടോപ്പിക് ജെല്ല് വാങ്ങിക്കുക. ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലത്തിനൊക്കെ ഉണ്ടാവും. ജെല്ലിനെ കംപ്ലൈന്റ് ഒന്നും ആവില്ല. നല്ല റിസൾട്ട്. അതിന്റെ ആവശ്യം വരാറില്ല. എനിക്കൊക്കെ എന്തിനാ ഞാൻ ചെറുതായിട്ട് വന്നിട്ട് കാണുമ്പോ തന്നെ ലിക്വിഡ് കൊടുക്കും. അപ്പൊ വലിയ പ്രശ്നം വരുന്നത്. അപ്പോ ഇതാണ് ഞാനിപ്പോ ടോട്ടലി 2018 ഈ കോഴി വളർത്തൽ തുടങ്ങിയത്. 2024 ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂട്ടാം. അതിനകത്ത് ഒരു 2 വർഷമായിട്ട് ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. റിസൾട്ട് ഇല്ല. അതിന്റെ മുന്നേ പലതും പരീക്ഷയുണ്ട്. എന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അസീലിന്റെ കുട്ടികൾ എത്രയും ചത്തുണ്ട് കുറിപ്പ് വന്നിട്ട്. പല കാരണത്താൽ പല അസുഖങ്ങൾ ബാധിച്ചും കോഴികൾ ചത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്കിത് ഏകദേശം ഒരു ഡെത്ത് റേറ്റ് കുറക്കാൻ കഴിഞ്ഞത്. എന്നാലും 1-2 പോകും. അത് നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല. എന്നാലും പഴയത് പോലെ കൂട്ടായിട്ടൊന്നും ചാവൂല. നമുക്ക് മാക്സിമം അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ അറിയാം. എന്താണ് മരുന്ന് അറിയാം. അതുകൊണ്ട് എനിക്ക് വലിയൊരു മോർട്ടാലിറ്റി ഇല്ല. ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ കോഴികളെ ചാവാറുള്ളൂ. ചിലതൊക്കെ നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ടൊക്കെ ചാവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ ഫീൽഡിലുള്ള. അപ്പോ എല്ലാരും പരീക്ഷിക്കുക ഈ മരുന്ന്.
ഞാന് ഇതന്നെ കൊടുക്കണം ഞാൻ ഒരിക്കലും പറയില്ല. പല ആളുകൾ പല മരുന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ജസ്റ്റ് വലിയ വിലയൊന്നുമില്ല. ഈ ലിക്വിഡിന് വരുന്നത് നമുക്കൊരു 90 രൂപയുള്ളൂ ലിക്വിഡിന് വരുന്നത്. മറ്റേ 70 രൂപയ്ക്കുള്ളൂ ആ ഓയിൽമെന്റിന് വരുന്നത്. അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, റിസൾട്ട് കിട്ടും. എന്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പൊ എല്ലാരും പരീക്ഷിക്ക്. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങള് കമന്റ് ഇട്ടോ, കമന്റ് ഇടാൻ മടിക്കരുത്. ഒരു വീഡിയോക്ക് ഒരു കമന്റ് എങ്കിലും ഇടുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്താൽ നമ്മളെ വീഡിയോ കൂടുതൽ വ്യൂ കയറിക്കൊണ്ടിരിക്കും. കാരണം കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസിനെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ കൂടുതൽ ആളുകൾ എത്തും. നമുക്ക് നേരത്തെ ചാനൽ നല്ല റീച്ചിലായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം റീച്ച് ആയി പോയി. ഇപ്പൊ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒരു 100 വ്യൂസ് ആവുന്നില്ല ഓരോ വീഡിയോ. അപ്പോ നമുക്കൊരു നേരത്തെ അന്നേരം 1000-1500 വ്യൂസ് ഒരു വിഷയമില്ലാതെ ആയിരുന്നു. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആയേനെ. ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഒരു 100 വ്യൂ ഒക്കെ ആവുന്നുള്ളൂ. കാരണം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം മെല്ലെ മെല്ലെ കയറുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ ബൈ.